ഹലോ ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ പ്ലീസ് ഡു എക്സ്ക്യൂസ് മീ. ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഒരു നാച്ചുറൽ ലൈറ്റിലാണ്. അതായത് ഇത് നമ്മുടെ ബാൽക്കണി കേട്ടോ. ബാൽക്കണിയിലെ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അതായത് ഒരു കുറ്റിക്കാടാണ്. നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ. നല്ല കാക്കയുടെ ശബ്ദവും നല്ല കാറ്റും ഒക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. പിന്നെന്താ, എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? ന്യൂ ഇയർ ആയിട്ടൊക്കെ എന്താണ് പരിപാടി? നമുക്ക് ന്യൂ ഇയർ ആയിട്ട് വലിയ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോസ് ഒന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. കുറേ നാളായിട്ട് വീഡിയോ എടുക്കാൻ ജിമ്മിൻ്റെ റുട്ടീൻ, ജിമ്മിൽ പോകുന്ന റുട്ടീൻ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേന് കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ അങ്ങോട്ട് സെറ്റ് ആകുന്നുണ്ടായിരുന്നില്ല, മൂഡും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ന്യൂ ഇയറിന് ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നല്ല സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ സംസാരിച്ചു, പരിചയമൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തു. ന്യൂ ഇയർ വലിയ രസമായിട്ടൊക്കെ പോയി കേട്ടോ. ഞാൻ എൻ്റെ മുടി മുറിച്ചു ഗൈസ്. ന്യൂ ഇയർ ആയിട്ട് ഒരു ആൺകുട്ടിയെ പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. ഇനി ഈ മുടി കുഴപ്പമില്ല, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. എപ്പോഴും നമ്മൾ ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മുടി ഷോർട്ടാക്കുന്നത്. കുഴപ്പമില്ല, ഓക്കെ. ഞാൻ മുടി അങ്ങോട്ട് വാരിക്കെട്ടി വെച്ചോട്ടെ. എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിരുന്നില്ല അയച്ചിട്ടിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. അതായത് എൻ്റെ വൺ ഓഫ് മൈ ഈ വർഷത്തെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ്. അതായത് കുറച്ച് പഴം തുണികൾ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് എത്ര അഴുക്കായാലും അത് എടുത്തും മാറ്റൂല. അത് എന്നെപ്പോലെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പം എത്ര അഴുക്കായാലും ആ കബോർഡിൽ തന്നെ ആ തുണി ഇങ്ങനെ ഇരിപ്പുണ്ടാവും, അതെടുത്ത് കളയൊന്നുമില്ല. അതായത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കറിയൊക്കെ ഇങ്ങനെ പറ്റി ഇങ്ങനെ വൃത്തികേടാവാറുണ്ട്, എന്നാലും അതിട്ടുകൊണ്ടേന്ന് വീട്ടിൽ നിൽക്കുകയുള്ളൂ. അപ്പം ഇപ്രാവശ്യം ഞാനൊരു വിചാരിച്ചൊരു കാര്യമാണ്, കുറച്ച് വൃത്തികെട്ട തുണികളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ നല്ല വൃത്തിയുള്ള തുണികൾ റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു 500-ന് താഴെയുള്ള ഡെയിലി വെയറിന് പറ്റിയ കുറച്ച് ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. 500-ന് താഴെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശം ക്വാളിറ്റിയാണ് എന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടൊക്കെ തോന്നി. നമ്മൾ വീട്ടിലിടുന്നത് തന്നെയല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു സംഭവമാണ്, നമ്മൾ ഈ അടുക്കളയിൽ കയറുമ്പോഴാണ് നമ്മൾക്ക് ഈ കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ ചെളിയൊക്കെ പറ്റി ഇങ്ങനെ ഒക്കെ ആവുന്നത്. കറിയൊക്കെ തെറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് ഈ കറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രസ്സ് പിന്നെ ഒന്നില്ലെങ്കിൽ ഈ യെല്ലോ സ്റ്റെയിൻ പോലെ ഇങ്ങനെ കിടക്കും, എന്തെങ്കിലുമൊക്കെ കാണും, പിന്നെ അത് പോത്തുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു പഴയ തുണി എടുത്തിട്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് മാത്രം ആ ഡ്രസ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുളിച്ച് വൃത്തിയായ ശേഷം നമ്മുടെ ഡ്രസ്സ് എടുത്തിടുക. ഇവൻ ഇടയ്ക്ക് എന്തെങ്കിലും കിച്ചണിൽ കയറാനോ കുക്ക് ചെയ്യാനോ ക്ലീനിങ്ങിനോ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെയും ആ ഒരു ടോപ്പ് മാത്രം എടുത്ത് മാറ്റി പഴയ ടോപ്പ് എടുത്തിടുക. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ പുതിയ ടോപ്പ് ഇങ്ങനെ എടുത്തിടുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ശരിക്കും നടപടിയാവണ കാര്യമാണോ എന്നുള്ളത് പ്ലീസ് ഡു കമൻറ്റ്. എന്നെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് നിൽക്കും. ഓക്കെ, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതൊരു ഒരു ബേസ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ആണ്. ലൈറ്റ് ഗ്രേ വിത്ത് ഒരു ബ്ലൂയിഷ് ഇത് വരുന്നുണ്ട്. ഒരു ഇറഗുലർ ഷേപ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവം ടോപ്പ് ഇത്രയുണ്ട്. ഞാൻ ഇത് വെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ പൈജാമ വരുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പാൻറ്റ് വലുതായി പോവോ എന്നുള്ളൊരു പേടി വേണ്ട. പാൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ സൈസ് ലാർജ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്ട്രെച്ചബിളും ആണ്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആട്ടോ. എനിക്ക് കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പൈജാമ വരുന്നത് ഇങ്ങനെയാട്ടോ. സെയിം മെറ്റീരിയൽ തന്നെയാണ്, റയോൺ മെറ്റീരിയൽ തന്നെയാണ്, സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ്സ് ഉണ്ട്.
അതുപോലെ ഒരു ജോഗർ, നമ്മുടെ ജോഗർ പാൻസിലൊക്കെ വരുന്നൊരു ഫിറ്റ് ഉണ്ടല്ലോ ഈ അറ്റത്ത്, അതുപോലെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും സ്ട്രെച്ചബിൾ ആണ്. എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നേരത്തെ എടുത്ത ഫസ്റ്റ് പ്രോഡക്റ്റിൻ്റെ പാൻസിനും പോക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ് വരുന്നത്. ഒരു സ്ട്രെയിറ്റ് പാൻറ് ആണ്. അതേ ഇവിടെയും ഒരു നീറ്റ് ആയിട്ടുള്ളൊരു ഫോൾഡഡ് കഫ് വരുന്നുണ്ട്. പിന്നെ പോക്കറ്റ്സ് ഉണ്ട്, രണ്ട് സൈഡും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ടോ? ഇല്ല, രണ്ട് സൈഡ് പോക്കറ്റ്സ് ഇല്ല, ഒരു സൈഡേ ഉള്ളൂ. ഒരു സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ റൈറ്റ് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം. കറക്റ്റ് നമ്മൾ സൈസ് നോക്കിയെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രോഡക്റ്റ് വന്നിട്ട് ഇത് സെയിം തന്നെയാണ്, സെയിം മെറ്റീരിയൽ ആണ്, കോട്ടൺ. നമ്മൾ നേരത്തെ കണ്ടതിൽ കളറ് വ്യത്യാസമുണ്ട്. ഇതിലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത് വിത്ത് ഫ്ലോറൽ പ്രിന്റ്സ്. പിന്നെ ഒരു കോളർ വരുന്നുണ്ട്, അതുമാതിരി ബട്ടൺസ് വരുന്നുണ്ട്. പക്ഷേ ഈ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതൊരു ഡിസൈൻ മാതിരിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുൾ സ്ലീവ് ആണ് വരുന്നത്, അതിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൽ ബട്ടൺസ് വന്നിട്ട് നമുക്ക് ഊരി എടുക്കാനൊക്കെ പറ്റും, അങ്ങനെ ഇടാൻ പറ്റും. ലൈക്ക് ഫീഡിങ് മോംസിനൊക്കെ നല്ല ബെസ്റ്റ് സാധനം കേട്ടോ. ലൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഓക്കെയാണ്. സെയിം നമ്മൾ നേരത്തെ കണ്ടത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻറ് ആണ്, റൈറ്റ് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കറക്റ്റ് സൈസ് എടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഒരു കളർഫുൾ ഡ്രസ്സാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് കാണാനായിട്ട്. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതൊരു റെഡ് ആൻഡ് വൈറ്റ് ഒരു ഗിങ്കം പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആട്ടോ. ഇത് ഫുൾ സ്ലീവ് അല്ല, ഹാഫ് സ്ലീവ് ആണ്. ഒരു ലെഫ്റ്റ് സൈഡിലൊരു പോക്കറ്റ് വരുന്നുണ്ട്. ബട്ടൺസ് ഒന്നുമില്ല, ഇവിടെ അല്ലാണ്ട് ഇടാൻ പറ്റുന്ന കേട്ടോ. പക്ഷെ അടിപൊളി സാധനം. എനിക്ക് ഈ കളറൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു കളർഫുൾ ആയിട്ട് തോന്നുന്നു. ഇതിൻ്റെ പാൻറ് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്, ഇലാസ്റ്റിക് ആണ്. ലൈക്ക് പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഒരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് വരുന്നത്. ഇവിടെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു പലാസോ മാതിരി ഇരിപ്പുണ്ട് കേട്ടോ കാണാനായിട്ട്, പക്ഷെ നല്ല രസമുണ്ട്, ഒരു കളർഫുൾ മാതിരി ഇട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്രസ്സാട്ടോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തത്. അതും എല്ലാം 500-ന് താഴെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴും ആ ഓഫർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയി മേടിച്ചോ. അതുപോലെ ഞാൻ റേറ്റ് പറയാൻ വിട്ടുപോയി. ഞാൻ റേറ്റ് നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റേറ്റ് അവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ, പിന്നെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഒരു അടിപൊളി കണ്ടന്റും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.